ആലുവ മാടവൻ അബൂബക്കർ ഹുസൈന് എത്രയോ മഹാന്മാരുടെ എത്രയോ പാവങ്ങളുടെ റൂഹിനെ പിടിക്കാൻ പോയപ്പോ പടച്ചവനെ കുറച്ചും കൂടി നിർത്തി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ എന്നോട് പറഞ്ഞത് ആലന്നിയാവില് ഒരു ഔലിയാക്കന്മാരും പറഞ്ഞിട്ടില്ല. അള്ളാന്റെ അള്ളാന്റെ അതാബിനെ പേടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാടവനെ പറഞ്ഞത്. ഇത്രയോ പാവങ്ങളുടെ എന്ത് റെക്കമെന്റ് ഉണ്ട് അവിടെ? എന്റെ റൂഹിനെ പിടിക്കാൻ വന്നത് എവിടെ വെച്ചിട്ട് എന്റെ റൂഹിനെ പിടിച്ച് ഇവിടെ മുടമ്പരം കയറി ഞാൻ വീണുപോയി, മറ്റൊരാൾക്ക് കൊണ്ടുവന്ന് കിടത്തി. അപ്പൊ എന്റെ മരുവൻ ഒരു ഉസ്താദിന്റെ പോയി ചോദിച്ചു. അപ്പൊ പറഞ്ഞേ റൂഹിനെ പിടിക്കാൻ വന്ന നല്ല ഔലിയാക്കന്മാരായിട്ട് ബന്ധപ്പെട്ട് വിട്ടിട്ട് പോയതാണ്. സമ്മതം മേടിക്കണം. എന്താണ് പോയി പറയുന്നത്? ഇതൊക്കെ വല്ലവരോടും പറഞ്ഞാൽ മനസ്സിലാവൂ? ഇന്നത്തെ തലമുറക്ക് പറഞ്ഞാൽ മനസ്സിലാവൂ? ഇതൊക്കെ മനസ്സിലാക്കണം. എന്നിട്ട് അയാൾ പറഞ്ഞ് ഞാൻ എണീക്ക് ഇവിടുന്ന് ജീവൻ പോയി ഇവിടുന്ന് ഇങ്ങോട്ട് ഉള്ളത്. അയാൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അയാൾ പറഞ്ഞ് മുന്നോട്ട് പോവുകയും ചെയ്യും, ചിലപ്പോൾ അസ്തമിക്കുകയും ചെയ്യും, ആളെ ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു. ഞാൻ ഇന്ന് എണീറ്റ് നടക്കണം. അതൊരു വഴിയാണ്. എനിക്ക് പിന്നീട് മനസ്സിലായി ഇന്ന ആളാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. നമ്മുടെ കാഫില മുസ്ലിയാർ ഉണ്ടല്ലോ, അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിച്ചു നടക്കണ പോലെ കറാമത്തുണ്ടോ എന്ന് ചോദിച്ച് ഓരോ വീടാന്തരം തെണ്ടിക്കൊണ്ട് നടക്കുകയാണ്. അങ്ങനെയാണ് മൂപ്പര് ചെന്ന് പെട്ടത്. ഒരു മനുഷ്യന്റെ വീട്ടിൽ ചെന്ന് പെട്ടത്. കേട്ടിട്ട് കാഫില മുസ്ലിയാർ ഇതുപോലൊരു കറാമത്ത് കേട്ടിട്ടേ ഉണ്ടാകില്ല. അമ്മാതിരി തള്ളാണ് മറ്റാൾ ഇരുന്ന് തള്ളണ്. കാഫില മുസ്ലിയാർക്ക് മിണ്ടാൻ വയ്യ, നാവ് ഇറങ്ങി പോയ പോലെ മിണ്ടാതെ കേട്ടിട്ടിരിക്കുക. കാരണം മൂപ്പര് പലയിടത്തും കയറി ചെന്ന് പല കറാമത്തും ഇങ്ങനെ പറയലും അതിനനുസരിച്ച് തൊപ്പും തൊങ്ങലൊക്കെ വെക്കലും തിരിച്ച് മറുപടി പറയലൊക്കെ ഉണ്ട്. ഓരോന്ന് ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് മൂപ്പര് മറുപടി പറയും, അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് കേട്ടിട്ട് കാഫില മുസ്ലിയാരും മിണ്ടണില്ല, നാവ് ഇറങ്ങിപ്പോയ പോലെ ഇങ്ങനെ മിണ്ടാതിരിക്കണം ഞെട്ടിയിട്ട്. എന്താ ചങ്ങാതി പറയണേ? മാടവൻ അബൂബക്കർ മുസ്ലിയാർ റൂഹിനെ പിടിക്കാൻ മലക്ക് വരുമ്പോഴേ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരെ രക്ഷപ്പെടുത്തി റബ്ബിനോട് റബ്ബെ ഇപ്പൊ പിടിക്കണ്ട, വിട്ടുകൊടുക്ക്. അത് ഖുർആൻ എന്താ പറഞ്ഞത്? ഒരാളുടെ അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും എന്താക്കൂല, പിന്നെ നമുക്ക് വിട്ടുകിട്ടില്ല. ഒരു സെക്കൻഡ് പോലും അനുവദിക്കില്ല. ഇതൊക്കെ ഖുർആൻ പറഞ്ഞ അതിലൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് ഇവരിങ്ങനെ പ്രചരിപ്പിക്കുന്നത്. ഇനിയിപ്പോ കാഫിൽ ഇത് കേട്ടിട്ട് ഇപ്പൊ ഞെട്ടിയെങ്കിൽ ഇനി ഇത് വേറെ എവിടെയും പോയിട്ട് വിളമ്പും. അങ്ങനെ മാടവൻ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത്രേ, ഒരുപാട് പേർ റൂഹ് പിടിക്കാൻ വേണ്ടി വന്നപ്പോ ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിട്ടു എന്നാ പറയുന്നത്. അവിടെയൊക്കെ ഇടപെട്ടു എന്ന്. അതിൽ ഒരാളെ മരിപ്പിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് വരുമ്പോൾ അവരൊക്കെ ഇടപെട്ട് രക്ഷപ്പെടുത്തി മാടവൻ അബൂബക്കർ മുസ്ലിയാർ. ആലും ദുനിയാവിൽ ഇതേപോലെ ഔലിയല്ല എന്നാ പറയുന്നത്. ആലും ദുനിയാവില് അള്ളാന്റെ ഭൂമിയിൽ ഇതുപോലെ ഒരു ഔലിയ ഉണ്ടായിട്ടില്ല. മാടവനെ പറഞ്ഞ പോലെ ഇതുപോലെ ഒരാളും പറഞ്ഞിട്ടില്ല എന്ന്. ഈ ചങ്ങാതി റൂഹിനും പിടിച്ചല്ലോ. എന്നിട്ട് പകുതി വരെ ഇങ്ങനെ അര വരെ കയറി. എന്താ കമ്പോള നിലവാരല്ലേ, അതിന് കുത്തനാണ് കയറാൻ. ആള് കുത്തനാട് കയറി വൈക്കും മലക്ക് ഇട്ടിട്ട് ഒറ്റ ഓട്ടാണ്. കാരണം എന്താണ്? വേഗം പോയി മുസ്ലിയാരോട് ചോദിച്ചു. മുസ്ലിയാരെ പറഞ്ഞു അത് ഔലിയാക്കന്മാരായിട്ടുള്ള ബന്ധം കൂടി ഇട്ടിട്ട് പോയതാണ് എന്ന്. സമ്മതം വേണത്രേ എന്നിട്ട് റൂഹിനെ പിടിക്കാനേ. ഇവരെ റൂഹിനെ പിടിക്കാൻ സമ്മതം വേണമെന്ന്. ഇതാണ് ഇവരിങ്ങനെ തൊപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് പറയാണ്. ഇതൊക്കെ ഈ തള്ളൽ നിർത്താൻ ആരെ കൊണ്ട കഴിയുക? എപ്പോഴാ ഈ തള്ളൽ ഇവര് നിർത്തുക? ഔലിയാക്കന്മാരെ കണ്ട് പേടിച്ച് മലക്കിട്ടിട്ട് ഓടിയുന്നു. പകുതി വരെ റൂഹ് കയറിയുന്നു. അയാളായിരിക്കുന്നത് മൂപ്പര് സ്വയം ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് മൂപ്പര് സ്വയം വാദിക്കുക, ആ ആളാണ് ഞാനേന്ന്. എന്റെ റൂഹ് പിടിച്ച് പകുതി വരെ അങ്ങനെ കുത്തനെ കയറി വന്നതാണ്, എന്നിട്ട് പെട്ടെന്ന് ഇട്ടിട്ട് പോയി. എന്നിട്ട് അതിന്റെ തെളിവ് ചോദിക്കാൻ വേണ്ടി പോയത് ആരെടുത്തേക്ക്? മുസ്ലിയാരെ അടുത്ത് പോയാൽ പിന്നെ തെളിവ് കിട്ടില്ല. അവിടുന്ന് ആ തെളിവ് കിട്ടുക. അപ്പൊ മൊയ്ലിയാര് പറഞ്ഞു അത് ഏതെങ്കിലും ഔലിയാക്കന്മാരെ കണ്ടിട്ടുള്ള അതിലാ വേജാൽ ഇട്ടിട്ട് പോയതാണ് എന്ന്. ഇതാണ് ഇവരുടെ അവസ്ഥ. ഇങ്ങനെ ഇവർക്ക് ഖുർആനിൽ അള്ളാഹ് എന്ത് പറഞ്ഞോ, പ്രവാചകൻ എന്ത് പഠിപ്പിച്ചോ അതൊന്നും ഇവർക്ക് ബാധകമല്ല. ഇതിങ്ങനെ കേട്ട് വിളമ്പിക്കൊണ്ട് നടക്കുക. മറ്റേ ചങ്ങാതി വീട് വിടാന്ന് തെണ്ടിക്കൊണ്ട് നടന്നപ്പോ ഇങ്ങനത്തെ ഒരു ഇത് കേട്ട് ഞെട്ടിത്തെരിച്ചു. പക്ഷെ ഇപ്പൊ ഞെട്ടിത്തെരിച്ചെങ്കിലും മറുപടി ഒന്നും പറയുന്നില്ലെങ്കിലും പിന്നീട് ഇത് വേറെ വല്ലയിടത്തും പോയിട്ട് വിളമ്പും. അല്ലെങ്കിൽ ഇത് ആധികാരികമായ ഗ്രന്ഥങ്ങൾ എഴുതുമ്പോൾ കാന്തപുരത്തിന്റെ വിശ്വാസപൂർവ്വം പോലെ ഇങ്ങനെ പല പുസ്തകങ്ങളൊക്കെ അടിച്ചിറക്കുമ്പോൾ അതിലൊക്കെ ഈ കഥകളൊക്കെ കേറ്റും. എന്നിട്ട് ജനങ്ങൾ മൊത്തം എന്ത് ചെയ്യുക, പിന്നെ റബ്ബിൽ നിന്ന് വിട്ടിട്ട് സത്യവിശ്വാസികൾ കൃത്യമായിട്ട് ഇതിലേക്ക് പോവുക. ഏതിലേക്ക്? ഈ ഔലിയാക്കന്മാരെ മാർഗത്തിലേക്ക് പോവുക. അതിനുള്ള മറുപടി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇങ്ങനെയുള്ള തള്ളലൊക്കെ ഇത് മുസ്ലിയാക്കന്മാർക്കല്ലേ പറ്റൂ, അല്ലെങ്കിൽ ഇവരുടെ അനുയായികൾക്കല്ലേ പറ്റൂ, അല്ലെങ്കിൽ ഇവർക്ക് ഒത്താശ പാടുന്നവർക്കല്ലേ പറ്റൂ, ഈ ഔലിയാക്കന്മാരെ പിന്നാലെ പോകുന്നവർക്കല്ലേ ഇത് പറ്റൂ, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. അള്ളാന്റെ അനുവാദം ഉണ്ടായ ഒരു മലക്ക് റൂഹിനെ പിടിക്കാൻ മലക്കുൽ മൗത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും നമുക്ക് അനുവാദമല്ലല്ലോ. എവിടെ ഏത് നാട്ടിൽ വെച്ച് മരിക്കും നമുക്ക് പറയാൻ പറ്റൂലല്ലോ. എപ്പം മരിക്കുമെന്ന് പറയാൻ പറ്റൂലല്ലോ. അള്ളാഹുവിന്റെ റസൂലിനെ പോലും ഒരു സെക്കൻഡ് പോലും അനുവദിച്ചു കൊടുത്തില്ലല്ലോ.
ഇതൊക്കെ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ച കാര്യമല്ലേ? ഇതൊക്കെ ധിക്കരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വക കോമാളിത്തരം പറയുന്നതേ ഇത് കേട്ട് വിഴുങ്ങാൻ കുറെ ആൾക്കാരുണ്ട്. ഇതാണ് ഇവരുടെ അവസ്ഥ. ഈ തള്ളൽ നിർത്തിയാലേ ഈ സമൂഹം നേരെയാവുള്ളൂ. നിങ്ങളിത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ചെറിയ വരും. ഇതാണ് ഈ അവസ്ഥ. ഇനി ഇതുപോലെ എത്രയോ ആൾക്കാർ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു. അതൊക്കെ ഇൻഷാ അല്ലാഹ് സന്ദർഭോചിതം പറയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.